ഇപ്പോൾ ഈ TPO കേസിൽ പ്രതി കൊടിസുനിക്ക് ആദ്യം പരോൾ കൊടുത്തു. പരോൾ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ കസ്റ്റഡി എടുത്ത് കോടതിയിൽ കൊണ്ടുപോയി. പക്ഷേ അതിനിടയിൽ പോകുന്ന വഴിക്ക് ഇപ്പോൾ വരുന്നത് 3 പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. മദ്യപിച്ചു, അത് കസ്റ്റഡിയിലിരിക്കാൻ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നുള്ളത് തന്നെ. അതല്ല, ഇത് പോലീസുകാരുടെ നിയന്ത്രണം ആരുടെ കയ്യിലെന്നുള്ളതാണ് പ്രശ്നം. പോലീസുകാരുടെ നിയന്ത്രണം കൊടിസുനിയുടെ കാര്യത്തിൽ കൊടിസുനിക്ക് തന്നെയാണ്. വേറൊരാളുടെയും നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് അയാൾ എന്ന് ഒരു ബോധ്യവും ജനങ്ങൾക്കില്ല. യഥാർത്ഥത്തിൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ നീക്കത്തെക്കുറിച്ച് മനുഷ്യനാർക്കും മറക്കാനേ കഴിയില്ല. അവസാനം ആ കേസ് വിസ്താരം നടക്കുന്ന സന്ദർഭത്തിൽ പോലും ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത്ര കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കൊടും ക്രിമിനലിനെ കീഴ്പ്പെടുത്തി അവരെ ശിക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഈ ക്രിമിനലുകൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നത്? ഗവൺമെൻറ് ആരുടെ പക്ഷമാണ്? നിരപരാധികളുടെ പക്ഷത്തിലാണോ അതോ ക്രിമിനലുകളുടെ പക്ഷത്തിലാണോ? ക്രിമിനലുകളുടെ പക്ഷത്തിലാണ് ഈ പറയുന്നതൊക്കെ കറക്റ്റാണ്. അതല്ല, ഇവിടെ നിയമസമാധാനം കാക്കുന്നതിന് വേണ്ടിയും നിയമസംഹിത നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നടപടിയാണ് എങ്കിൽ നിശ്ചയമായും ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. പിന്നെ പരോൾ വ്യവസ്ഥ യഥാർത്ഥത്തിൽ ഒരിക്കൽ പരോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാ കൊടുക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം ലംഘിച്ചാണ് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം ഇവർ പരോളിൽ പുറത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ കേട്ട വാർത്ത അതിനേക്കാൾ കൂടുതൽ ഗൗരവതരമാണ്. പോലീസ് കസ്റ്റഡിയിലിരുന്ന് തന്നെ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കവിഞ്ഞ് എന്തിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക? അപ്പോൾ അതൊക്കെ ആരും അറിയാതെ ചെയ്യുമോ? ഒരു നിർദ്ദേശവും ഇല്ലാതെ ചെയ്യുമോ? ഇവരെ തുടരരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റല്ലേ? ആരോ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ ശക്തി ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നുണ്ട്. ആ പിന്തുണയാണ് ഈ അഴിഞ്ഞാട്ടത്തിന് അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ജയിൽ ഭരിക്കുന്നത് കൊടിസുനിയാണെന്ന് ഇതിനേക്കാൾ കൂടുതൽ എന്താ തെളിവ്? ജയിൽ ഭരിക്കുന്നത് കൊടിസുനിയാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ തെളിവുണ്ടോ? അവിടെ കൊടിസുനിക്കെതിരായിട്ട് ഒരു പൊടി പോലും പറക്കില്ലാത്ത അന്തരീക്ഷമാണ് ആ ജയിലിലുള്ളത്. കണ്ണൂർ ജയിലിനെക്കുറിച്ച് കേട്ടില്ലേ? കണ്ണൂർ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആളുകളെ സംഭീതരാക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള രൂപത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു എന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള നടപടികൾ നടക്കുന്നത്. ഇതിനോട് കേരള ജനത ഒരിക്കലും പൊറുക്കും എന്നെനിക്ക് തോന്നുന്നതേയില്ല. സർക്കാർ സംരക്ഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ആരെ സംരക്ഷിക്കുക? ഈ സംരക്ഷണമെല്ലാം സർക്കാരിൻ്റെ കീഴിലല്ലേ? സർക്കാരിൻ്റെ അറിവോടുകൂടിയല്ലേ? അവരുടെ മൗനാനുവാദമില്ലാതെ ഇത് എന്തെങ്കിലും നടക്കുമോ? എൻ്റെ മറ്റ് കൊടും ക്രിമിനലുകൾ ഇവിടെ ജയിലിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തതെന്താ? അപ്പോൾ ഇവർ 1ാം ക്ലാസ് പൗരന്മാരാണ്. ജയിലിലായാലും ശരി അവർ ആ തലത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുതന്നെയാണ് കേരളത്തിലെ നിയമസമാധാന തകർച്ചയുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം. അത് മാറ്റാൻ ഈ ഗവൺമെൻറ്റിന് കഴിയില്ല. ഈ ഗവൺമെൻറ് അപ്രാപ്തമാണ് എന്നവർ തെളിയിക്കുന്നു. അതോടൊപ്പം ഏകപക്ഷീയമാണ് എന്ന് ആവർത്തിക്കുന്നു.